കേരളത്തിൽ കോൺഗ്രസ് ഒരു പിളർപ്പിന്റെ വക്കിലോ? വൻ ഭൂരിപക്ഷം നേടിയ പാർട്ടി ഒരിക്കലും ആ വഴിക്ക് പോകില്ല എങ്കിലും ചില സമാന സംഭവങ്ങൾ ചർച്ചയാവുകയാണ്. കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയായാൽ എന്ത് സംഭവിക്കും? കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും UDFന്റെയും ഒക്കെ വികാരത്തിന് എതിരാകും. ജനങ്ങൾ 3.5 കോടിയും എതിരാകും. ജനം നൽകിയ മാൻഡേറ്റ് VD സതീശനെ മുഖ്യമന്ത്രിയാക്കാനായിരിക്കെ മറിച്ച് തീരുമാനമുണ്ടായാൽ അത് പ്രത്യാഘാതമുണ്ടാക്കുമെന്നും മുന്നറിയിപ്പ്. എന്തായാലും കെ.സി. വേണുഗോപാൽ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിനെ അസ്ഥികൂടമാക്കിയ ഒരു നേതാവാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ നീക്കങ്ങൾ സൂക്ഷ്മമായി വീക്ഷിക്കുന്നു. കെ.സി. വേണുഗോപാൽ AICC ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലയളവിൽ ആയിരുന്നു ഇന്ത്യയിൽ BJPയുടെ വളർച്ചയും കോൺഗ്രസ് നേതാക്കൾ BJPയിൽ കൂട്ടമായി എത്തിയ സമയവും. ഗുലാം നബി ആസാദ് കോൺഗ്രസ് വിട്ടു. RNP സിംഗ് കോൺഗ്രസ് വിട്ട് BJPയിൽ എത്തി. മധ്യപ്രദേശ് കോൺഗ്രസിലെ വലിയ വിഭാഗം BJPക്ക് മാറി. കപിൽ സിബൽ കോൺഗ്രസ് വിട്ടു. അശ്വിനി കുമാറും കോൺഗ്രസ് വിട്ടു. ഗോവ, മഹാരാഷ്ട്ര ഇവിടങ്ങളിൽ പാർട്ടി പിളർന്നു. കേരളത്തിൽ മുഖ്യമന്ത്രിയാകുന്നതോടെ കോൺഗ്രസ് പിളർന്ന ഒരു ഭാഗം BJPയിൽ എത്തുമെന്നും വിലയിരുത്തൽ. മോദി തുടരെ 3 വട്ടവും അധികാരത്തിലെത്തിയതും കെ.സി. വേണുഗോപാലിന്റെ അഖിലേന്ത്യാ തലത്തിലെ പ്രവർത്തനത്തിന്റെ ഇടയിലാണ്. ഇന്ത്യയിൽ ഏതാനും ചില സംസ്ഥാനം ഒഴികെ ബാക്കിയെല്ലാം കാവിയിൽ മൂടി. അനേകം നേതാക്കൾ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നു. കേരളത്തിൽ തന്നെ KV തോമസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ CPMലും BJPയിലും എത്തി. കെ.സി. വേണുഗോപാൽ വരുമ്പോൾ BJP ക്യാമ്പിൽ ആവേശമാണ്. ഒന്ന്, ആലപ്പുഴ ലോക്സഭാ സീറ്റ് പിടിച്ചെടുക്കാം. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനെ മത്സരിക്കും മുൻപേ കേന്ദ്രമന്ത്രിയാക്കി ഇലക്ഷനെ നേരിടുമെന്നതും BJPയുടെ തന്ത്രമാണ്. കൂടാതെ ആലപ്പുഴയിൽ കെ.സി. വേണുഗോപാൽ നിയമസഭയിലേക്ക് മത്സരിച്ചാൽ BJPക്ക് ശക്തമായ മത്സരം നടത്തി തോൽപ്പിക്കാനാകും. ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയെ പരാജയപ്പെടുത്തി കസേര തെറിപ്പിക്കുക എന്നത് ദേശീയ തലത്തിൽ BJPക്ക് വലിയ നേട്ടമാണ്. എങ്ങനെ നോക്കിയാലും കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയായാൽ BJP എന്ന ദേശീയ പാർട്ടി ഏറെ വാർ റൂമുകളായിരിക്കും കേരളത്തിൽ തുറക്കുക. കെ.സി. വേണുഗോപാൽ നിലവിൽ MLA-മാരെ അധികവും തന്റെ പക്ഷത്താക്കിയിട്ടുണ്ട്. MLA-മാരുടെ ഭൂരിപക്ഷം ഉറപ്പാക്കി മുഖ്യമന്ത്രി പദം പിടിക്കാനാണ് നീക്കം. എന്നാൽ ഇത് കോൺഗ്രസ് പ്രവർത്തകരോടും ജനങ്ങളോടുമുള്ള വെല്ലുവിളിയാണ്. പാലം കടക്കും വരെ കോൺഗ്രസ് പ്രവർത്തകരും അവരുടെ ചോരയും നീരും വേണം. പാലം കടന്നാൽ പിന്നെ എല്ലാം ഞങ്ങളും ഹൈക്കമാൻഡുമായി. മുഖ്യമന്ത്രി ആരെ എന്ന് ചോദിച്ചാൽ ജനത്തെ ഇപ്പോൾ കല്ല് പെറുക്കി എറിഞ്ഞു ഓടിക്കും. അതാണിപ്പോൾ കോൺഗ്രസിലെ അവസ്ഥ. വോട്ട് ചെയ്തതോടെ നിങ്ങൾ ജനത്തിന്റെ പണി കഴിഞ്ഞു എന്നാണിപ്പോൾ ശുദ്ധമായ കോൺഗ്രസ് രാഷ്ട്രീയം. ഇനി ജനം മിണ്ടാതിരിക്കണം, എല്ലാം പാർട്ടി തീരുമാനിക്കും. പാലം കടന്നു, ഇനി ജനം കൂരായണ. എന്തായാലും ജനവിധി ഇത്ര പെട്ടെന്ന് അട്ടിമറിക്കപ്പെടുമെന്ന് കോൺഗ്രസ് UDF പ്രവർത്തകർ പോലും കരുതിയില്ല. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനുള്ള ചർച്ചകൾ തലസ്ഥാനത്ത് സജീവമാണ്. AICC നിരീക്ഷകരായ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും കൂടിക്കാഴ്ച തുടരുകയാണ്. കേരളത്തിന്റെ ചുമതലയുള്ള AICC സെക്രട്ടറി ദീപാദാസ് മുൻഷിയും ഇവർക്കൊപ്പമുണ്ട്. K. സുധാകരൻ, VM സുധീരൻ, കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങി പ്രമുഖ നേതാക്കളുമായി നിരീക്ഷകർ കൂടിക്കാഴ്ച നടത്തി. PJ കുര്യൻ ഉൾപ്പെടെയുള്ള നേതാക്കളും തിരുവനന്തപുരത്തുണ്ട്. അതിനിടെ കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് K. സുധാകരൻ നിരീക്ഷകർക്ക് കത്ത് നൽകി. മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്ത ശേഷം മന്ത്രിമാരുടെ കാര്യത്തിൽ വിശദമായ ചർച്ചകൾ നടത്തും. ഗ്രൂപ്പ് താൽപര്യങ്ങൾ നോക്കരുത് എന്നും മെറിറ്റ് മാത്രമാകണം മാനദണ്ഡമെന്നും രാഹുൽ ഗാന്ധി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യം ഇനി ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഹൈക്കമാൻഡ് തീരുമാനം എടുക്കണം എന്നാവശ്യപ്പെട്ട് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് AICCക്ക് കത്തും നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമാൻസ്.